കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം. പ്രതി മരണം വരെ ജയിലിൽ കഴിയണമെന്നും കോടതി വിധിച്ചു. കുടക് സ്വദേശി സലീം എന്ന സൽമാനെയാണ് ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. കെ.വി. ബൈജു ചേരുന്നു. ബൈജു, കഴിഞ്ഞ ദിവസം ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇപ്പോഴാണ് ശിക്ഷ വിധിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണല്ലോ. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും സൈത്തെ, നാടിനെ നടുക്കിയ ഒരു സംഭവം. ആ കേസിലാണിപ്പോൾ വിധി വന്നിരിക്കുന്നത്. അതായത് കുടക് സ്വദേശിയായ PA സലീം എന്ന സൽമാനി മരണം വരെ ജയിലിൽ കഴിയാനുള്ള ശിക്ഷ വിധിച്ചിരിക്കുന്നു. ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി, ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയാണ് ഈ വിധി പ്രസ്താവിച്ചത്. അതായത് ഇരട്ട ജീവപര്യന്തം, അതുകൂടാതെ ഈ പിഴയും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഒരു സംഭവത്തിൽ എന്തായിരിക്കും ഇയാൾക്കുള്ള ശിക്ഷ എന്ന് വളരെ ആകാംക്ഷയോട് കാത്തിരുന്നു. അതിലാണിപ്പോൾ മരണം വരെ ജയിലിൽ കഴിയണമെന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇയാൾക്കൊപ്പം ഇയാൾ ഈ കുട്ടിയുടെ കമ്മൽ മോഷ്ടിച്ചിരുന്നു. ആ മോഷ്ടിക്കാൻ സഹായിച്ച സുബൈബ എന്ന് പറയുന്ന സഹോദരിക്ക് ഒരു ദിവസം മാത്രം കോടതി പിരിയും വരെ തടവാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിട്ടുള്ളത്. എന്തായാലും ഇവർ ആ മോതിരം വിൽക്കാൻ സഹായിച്ചു എന്ന കുറ്റം മാത്രമാണ് ഇവർക്ക് എതിരെയുള്ളത്. ഈ പ്രതിക്കെതിരെ മറ്റൊരു പോക്സോ കേസ് കൂടി നിലവിലുണ്ട്. അതായത് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ 10ാം ക്ലാസ്സുകാരെ ആദൂർ വനത്തിൽ തട്ടിക്കൊണ്ടുപോയി ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന ഒരു കേസ് കൂടി പ്രതിക്കെതിരെ ഉണ്ട്. ആ കേസിന്റെ വിചാരണ നടപടികൾ ഇപ്പോൾ തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ സുപ്രധാനമായ ഈ കേസിൽ വിധി വന്നിരിക്കുന്നത്. 2024 മെയ് 15-നാണ് ഈ സംഭവം നടക്കുന്നത്. വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ ചുമന്ന് കൊണ്ടുപോയി സമീപത്തെ പാടത്ത് കൊണ്ടുപോയി അതിക്രൂരമായി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. പിന്നീട് കുട്ടിയുടെ കാതിലുണ്ടായിരുന്ന ഈ കമ്മൽ അത് മോഷ്ടിക്കുകയും പിന്നീട് അത് കൂത്തുപറമ്പിൽ വിൽപ്പന നടത്തിയും. ഇതാണ് ഈ കേസ്. ഈ കേസിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ മരണം വരെ ജയിലിൽ കഴിയാൻ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അതിന്റെ മറ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അല്പസമയം തന്നെ ഇതിന്റെ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും ഉണ്ടാകും. അത് തന്നെയാണ് കാത്തിരിക്കുന്നത്. ഏതായാലും വളരെ വേഗത്തിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നു. 39 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചു എന്നാണ് ഈ കേസിന്റെ ഏറ്റവും പ്രത്യേകത. ഇപ്പോൾ 1.5 കൊല്ലത്തിനകം ഇതിന്റെ വിധിയും വന്നിരിക്കുന്നു എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. 60ഓളം സാക്ഷികളെ വിസ്തരിച്ചു. ഒപ്പം 161 ശാസ്ത്രീയ തെളിവുകൾ ഈ കേസിൽ ഹാജരാക്കി എന്നതും പ്രത്യേകതയാണ്. എന്തായാലും ആ കേസിലാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. സൈത്തെ, കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം വിധിച്ചിരിക്കുന്നത്. പ്രതി മരണം വരെ ജയിലിൽ കഴിയണമെന്ന സുപ്രധാന നിരീക്ഷണവും കോടതി നടത്തിയിട്ടുണ്ട്. കുടക് സ്വദേശി സലീം എന്ന സൽമാനെയാണ് ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത്.